അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് കുത്തിയോട്ട ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ ഭാഗമായിട്ട് കുത്തിയോട്ട വഴിപാട് നടക്കുന്നിടത്താണ്. അത് പാലാഴി ഒരു വീട്ടുപേരാ പാലാഴി, അവിടെയാണ് വന്നേക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ മിക്കവാറും ഉണ്ടല്ലേ, മിക്കവാറും കരുവാറ്റയിലാണ് സ്ഥലം. അപ്പം മിക്കവാറും ഇവിടെ നടത്താറുണ്ട്. അവിടെ വന്നേക്കും, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പൊ ഞങ്ങള് അവിടെ കുറച്ച് അങ്ങ് ദൂരം അങ്ങ് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുവാണ്, എല്ലാവരും നടക്കുവാണ്. അവിടെ പാർക്കിംഗ് ഏരിയ ആണ്. എല്ലാരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ അച്ഛനും അമ്മയും നടന്നോണ്ടിരിക്കുവാ. നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ വരും, എല്ലാ വർഷവും വരും. ഇവിടെ വർഷം തോറും ഇവിടെ കുത്തിയോട്ടം നടക്കുന്ന സ്ഥലമാണ്. എല്ലാരും ഇങ്ങനെ നടന്നോണ്ടിരിക്കുവാണ്. ദച്ചൂസേ നടക്കാൻ സ്ഥലം അടിപൊളിയില്ലേ, നല്ല രസമുണ്ട്. നേരെ വീട്ടിനകത്തോട്ട് കയറുന്നു. വീട്ടിനകത്ത് നിന്നപ്പോൾ ഒരു വലിയ ക്യൂ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആ ക്യൂ കയറി നിന്ന്. ക്യൂ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ്. അപ്പം ഒരു മന്തി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ പിന്നെ വെയിറ്റിംഗ് ആണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഭയങ്കര 7:30 സമയത്താണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം സ്ഥലം കിട്ടിയിരിക്കാൻ. അപ്പോൾ ആ പന്തിയിൽ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. അത് മാറി മാറി വരും, ചിലപ്പോൾ ഉപ്പുമൊക്കെ കിട്ടും. ഞങ്ങൾ ഇരുന്ന പന്തിയിൽ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. കരുണനിലയെ എനിക്കൊരു ബന്ധുവാഴ്വരികരന്തമുടും മമബന്ധുരാഗി മഹിഷാന്തനി രാജധനകേ ശശിമുഖി ഇതെൻ്റെ ഫ്രണ്ട് അഞ്ജലിയുടെ ഹസ്ബൻഡുമാണ്. വന്ന ഉടനെ കുഞ്ഞെ അങ്ങ് കൈക്കിലാക്കിയവർ. അവളും ചെന്നു. അവിടെ ലൈറ്റും സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നുമില്ല. അവരങ്ങ് കയ്യിലോട്ടങ്ങ് ചെന്ന്. പിന്നെ അവർ കുറച്ച് നേരമൊക്കെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ വന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ മോൻ ദക്ഷിത്, അതും ഒരു ദച്ചുവാണ് കേട്ടോ. നമ്മുടെ ദച്ചുവിൻ്റെ അതേ പ്രായവും 2-3 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം അവൻ ഇതാണ് ആ കുഞ്ഞ് ദച്ചൂസ്.
കുത്തിയോട്ടം കളിക്കുന്നുണ്ട്, അതിനാണ് വന്നത്. അപ്പോൾ അവരെല്ലാ ദിവസവും പാലാഴിയിൽ വരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു. ഇത് അവൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരു ദിവസം ഞാൻ മെസ്സേജ് ഇട്ട് ഞങ്ങൾ വരുമ്പോൾ പറയാമെന്ന്, അങ്ങനെ കണ്ടുമുട്ടിയതാണ്. ഈ കുറെ നേരത്തെ ഇങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവാണ്. തിരിച്ചു പോരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ ഭയങ്കര ആളാണ്. കുത്തിയോട്ടത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നമ്മൾ പോയി തിരക്കെന്ന് പറഞ്ഞാൽ വമ്പിച്ച് തിരക്ക്. ഞങ്ങൾ എങ്ങനെയാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കയറി ഇരുന്നത് കുത്തിയോട്ടം കാണാൻ ഒന്നും പറ്റിയില്ല. കാരണം ഫുള്ള് ആ ഒരു ഹോള് ഫുള്ള് ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഒരു കസേര പോലും ഇല്ലായിരുന്നു. ഞങ്ങളുടെ സൈഡിലൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ട് എന്നിട്ട് തിരിച്ച് ഇപ്പം നമ്മുടെ ഗ്രൗണ്ടിലോട്ട് എത്തി. ഇപ്പോൾ പോവാണ്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പം നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, ഓക്കെ, ബൈ.